പശ്ചിമേഷ്യൻ യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ ആടിയുലഞ്ഞ് ഇന്ത്യൻ ഷിപ്പിംഗ് മേഖല. കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും ഷിപ്പിംഗ് ഏജന്റുമാരും ഒരുപോലെ നേരിടുന്നത് തകർച്ചാക്കാലം. ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് നേരിട്ടുള്ള മെയിൻ ലൈൻ ചരക്കു കപ്പൽ സർവീസുകൾ തടസ്സപ്പെട്ടതാണ് വൻ പ്രതിസന്ധി. കടത്തുകൂലിയിലും ഗണ്യമായ വർധനവുണ്ടായി. ബഹുരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിയായ CMA CGM പശ്ചിമേഷ്യൻ ചെങ്കടൽ തുറമുഖങ്ങളിലേക്കുള്ള ചരക്കു നീക്കത്തിന് പീക്ക് സീസൺ സർചാർജ് എന്ന പേരിൽ പ്രഖ്യാപിച്ചത് $5000. അതിദീർഘ സമുദ്രപാതകളെ ആശ്രയിക്കേണ്ടി വരുന്നത് മൂലം ചരക്ക് നീക്കത്തിനുള്ള സമയവും കടത്തുകൂലിയും കുത്തനെ കൂടി. ദുബായിലെ ജബൽ അലി തുറമുഖത്തു നിന്നുള്ള സർവീസുകൾ തടസ്സപ്പെട്ടതോടെ കണ്ടെയ്നറുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. കൊച്ചിയിൽ നിന്നും പോയ കയറ്റുമതി കണ്ടെയ്നറുകൾ ജബൽ അലിയിൽ നിന്നും തിരിച്ചു വരുന്നില്ല. ഡെമറേജ് ഇനത്തിൽ ഷിപ്പിംഗ് കമ്പനികൾക്ക് വൻ തുകയാണ് ചിലവിടേണ്ടി വരുന്നത്. സർവീസ് യഥാസമയം ലഭ്യമല്ലാത്ത സ്ഥിതിയാണ്. കൂടുതൽ കപ്പലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ആഴ്ചയും സർവീസ് നടത്താൻ കഴിയൂ. കപ്പലുകൾ പലയിടത്ത് കുടുങ്ങിയതോടെ അത് സാധ്യമല്ലാതായി. ജബൽ അലിയിലേക്ക് പോകാൻ കഴിയാത്തതിനാൽ ഷാർജയിലെ ഖോർഫക്കാൻ, അബുദാബിയിലെ ഫുജൈറ, ഒമാനിലെ സുഹാത്ത് തുറമുഖങ്ങളിലേക്കാണ് ചരക്ക് അയക്കുന്നത്. മുൻപ് 5 ദിവസം കൊണ്ട് ദുബായിലെത്തിയിരുന്ന കണ്ടെയ്നറുകൾ 30-40 ദിവസം എടുത്താണ് ഇപ്പോൾ അവിടെ എത്തുന്നത്. കൊച്ചി തുറമുഖത്തു നിന്നും ഇപ്പോൾ US-ലേക്ക് ഷെഡ്യൂൾഡ് സർവീസുകൾ ഇല്ല. കണ്ടെയ്നറുകൾ കൊളംബോയിൽ എത്തിച്ചാണ് ട്രാൻസ്ഷിപ്പ് ചെയ്യുന്നത്. കൊളംബോയിൽ നിന്നും US, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാകട്ടെ മാസത്തിൽ 1-2 ആയി വെട്ടിച്ചുരുക്കുകയും ചെയ്തു. കൃത്യ ദിവസം നിശ്ചയിക്കാതെയാണ് പല സർവീസുകളും. കപ്പലുകളുടെ ലഭ്യത അനുസരിച്ചാണ് വരവ്. US-ലേക്ക് കടത്തുകൂലി ഗണ്യമായി വർദ്ധിച്ചു. കൊളംബോയിൽ നിന്നും പുറപ്പെടുന്ന സർവീസ് 60 ദിവസത്തിനകം തിരിച്ചെത്തുമായിരുന്നു. ഇപ്പോൾ സർവീസ് ചുരുങ്ങിയതോടെ കപ്പലുകൾ തിരിച്ചെത്താൻ 6 മാസത്തിലേറെ സമയമെടുക്കുന്നു. അതേസമയം US-ഇറാൻ സംഘർഷത്തിന് വിരാമമിടുമെന്ന പ്രതീക്ഷയ്ക്ക് ശേഷം എണ്ണവിലയിൽ നേരിയ ഇടിവ് സംഭവിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ഷിപ്പിംഗ് വ്യവസായത്തിൽ ഇതുവരെ ആശ്വാസം ലഭിച്ചിട്ടില്ല. സംഘർഷഭരിതമായ വഴികൾ, കപ്പലുകൾ ഒഴിവാക്കുന്നതും നീളമുള്ള കടൽപാതകളിലൂടെ സഞ്ചരിക്കുന്നതും ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ നേരിടുന്നതും കാരണം ചരക്ക് ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബാബൽ മന്ദേബ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിലെ ഏറ്റവും പുതിയ ഇടിവ് ആഗോള സമുദ്ര വ്യാപാരത്തിലുണ്ടായ തടസ്സം അവസാനിച്ചിട്ടില്ലെന്ന് കാണിക്കുന്നു. കെപ്ലറിൽ നിന്നുള്ള ഷിപ്പിംഗ് ഡേറ്റ പ്രകാരം ഞായറാഴ്ച ബാബൽ മന്ദേബ് കടന്ന് 11 ചരക്ക് കപ്പലുകൾ മാത്രമാണിത്. മാസങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. US-ഇറാൻ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടും വാരാന്ത്യത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതവും വളരെ ദുർബലമായിരുന്നു. ദിവസേന 10-ൽ താഴെ ചരക്ക് കപ്പലുകൾ മാത്രമേ കടന്നു പോവുകയുള്ളൂ. അത് ഇന്ത്യക്ക് കടുത്ത വിച്ഛേദം സൃഷ്ടിക്കുന്നു. ഇറാനെതിരായ ആക്രമണം അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച ബ്രെന്റ് ക്രൂഡിന് വില 5% ഇടിഞ്ഞു. നയതന്ത്രത്തിലൂടെ സംഘർഷം കൂടുതൽ വഷളാകുന്നത് തടയാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉയർന്നു വന്നു. എന്നാൽ ഷിപ്പിംഗ് വിപണികൾ വ്യത്യസ്തമായ ഒരു കണക്കുകൂട്ടലിലാണ് പ്രതികരിക്കുന്നത്. ഈ മേഖലയിലൂടെ ഒരു കപ്പൽ അയക്കുന്നത് സുരക്ഷിതമാണോ, വാണിജ്യപരമായി ലാഭകരമാണോ, ഇൻഷുറൻസ് ചെയ്യാവുന്നതാണോ എന്ന്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.